എടാ, ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിലാണ് റൺ ചെയ്യുക. അപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഡിക്ലെയർ ചെയ്ത ഈ വാരിയബിൾസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ബ്രൗസർ എങ്ങനെയാ സ്റ്റോർ ചെയ്യുന്നത്? അതൊന്ന് പറഞ്ഞുതരൂ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസോ? എന്തായാലും നീ ചോദിച്ചല്ലേ, പറഞ്ഞുതരാം. എല്ലാ ബ്രൗസറിലും ഒരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഉണ്ടാവും. അപ്പം നമ്മൾ ക്രോം ആസ് ആൻ എക്സാമ്പിൾ, ക്രോമിന്റെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിന്റെ പേരാണ് V8. അപ്പൊ V8 എഞ്ചിൻ എന്നാണ് അത് വിളിക്കുക. അപ്പൊ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഈ എന്താ പറയാ വാരിയബിൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനാണ് ഹാൻഡിൽ ചെയ്യുക. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിന് അത് എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടു തിങ്സ്. ഒന്നാമത്തേത് സ്റ്റാക്ക്, രണ്ടാമത്തേത് ഹീപ്പ്. ഇത് രണ്ടുമാണ് മെയിൻ മെമ്മറി എന്താ പറയുക ഏരിയ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റാക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാം, ഒരു കൊട്ട. ഓക്കെ. ഹീപ്പ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാരിയബിൾ ഉണ്ട്, ലെറ്റ് എ ഇസ് ഈക്വൽ ടു, വാരിയബിൾ അല്ല സ്റ്റേറ്റ്മെൻറ്റ്, ലെറ്റ് എ ഇസ് ഈക്വൽ ടു 10. അപ്പം എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് ആണ്. അപ്പോൾ ഈ എ എടുത്തിട്ട് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും? ഈ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും. ഇനിയിപ്പം എൻ്റെ അടുത്ത് വേറൊരു അറേ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം അറേൻ്റെ ഒരു എന്താ പറയുക നോൺ പ്രിമിറ്റീവ് ആയതുകൊണ്ട് ഈ അറേ എടുത്തിട്ട് ഹീപ്പിലേക്ക് ഇടും. എന്നിട്ട് ഇതിനൊരു മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും. ആ മെമ്മറി അഡ്രസ്സ് എടുത്തിട്ടായിരിക്കും എവിടെ കൊണ്ടിടുന്നത്? ഈ സ്റ്റാക്കിൽ കൊണ്ടുപോയി ഇടുന്നത്. അപ്പം ഇങ്ങനെയാണ് എന്ത് ബ്രൗസർ മെമ്മറി ഹാൻഡിൽ ചെയ്യുന്നത്. ഇനിയിപ്പം ഏതെങ്കിലും വേരിയബിൾസ് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കുറേ നേരത്തേക്ക് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, ഗാർബേജ് കളക്ടർ വന്നിട്ട് അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ബ്രൗസറിൻ്റെ അകത്തുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ എഞ്ചിനാണ്. മനസ്സിലായോ? മനസ്സിലായി.